പക്ഷെ ഇവിടെ വരുന്നത് റേറ്റ് കുറവായിരിക്കും. വെളിയിലെ മാർക്കറ്റ് അപേക്ഷിച്ച് നല്ല ഓഫറാണ്. 10-20 രൂപ വെച്ചുള്ള ഡിസ്കൗണ്ട് എല്ലാത്തിനും ഉണ്ട്. പിന്നെ പഞ്ചസാര നമ്മൾ 8 രൂപയ്ക്കാണ് കൊടുക്കുന്നത് 1 കിലോ. ഒരു ഗ്രോസറി ഷോപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ പേര് യൂലിപ്പ് ഇന്ത്യ എന്നാണ്. യൂലിപ്പ് ഇന്ത്യയുടെ ഒരു മിനി മാർട്ട് ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. ആഴ്ചയിൽ 7 ദിവസവും ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നതുമാണ്. ഒരുവിധപ്പെട്ട ഗ്രോസറി സാധനങ്ങൾ അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങൾ എല്ലാം തന്നെ വളരെ മിതമായ നിരക്കിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് യൂലിപ്പ് ഇന്ത്യ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് യൂലിപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ്. ആ സ്ഥാപനത്തിലെ ചേച്ചിയുടെ പേരെന്തോന്നു? അല്ല, ഇവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമോ? എന്തോ ഈ യൂലിപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തെ പറ്റി എന്തോ ഒന്ന് പറയാനുള്ളത്? എന്തോ ശരിക്കും ഇത് എങ്ങനെയാ തുടക്കം? നമുക്കൊരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഇ-കോമേഴ്സ് ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. ഓഫ്ലൈനും ഉണ്ട്. ഇപ്പൊ ഓഫ്ലൈൻ ആയി സ്റ്റോർ അല്ലേ? ഇത് ഓഫ്ലൈൻ ആണ്. ഈ യൂലിപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ തുടക്കം ഇവിടെയാണോ? ഈ കേരളത്തില് തുടക്കം? അതെ, ഇത് ഫസ്റ്റ് ഷോപ്പാണ്. പ്രൊഡക്റ്റിന്റെ കാര്യം പറയുമ്പോൾ എല്ലാ പ്രൊഡക്റ്റുകൾക്കും ചെറിയ മാർജിൻ ഉണ്ടല്ലേ? മാർജിൻ റേറ്റ് ഉണ്ട്. നമ്മള് ഒരു വാല്യൂ അനുസരിച്ച് കൊടുക്കുന്നുണ്ട് റേറ്റ്. അതുകൂടാതെ പഞ്ചസാര 8 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാത്തിനും നല്ല വില കുറവുണ്ട്. തുടങ്ങിയിട്ട് ഇപ്പൊ കറക്റ്റ് എത്ര നാളായിരുന്നു തുടങ്ങിയിട്ട്? ഒരു 5-6 മാസമായി. ഓൺലൈനും ഉണ്ട്. ഓൺലൈൻ കുറച്ച് ഓൺലൈനിൽ വരുമ്പോഴും അന്നേരം അതിന്റെ ഓർഡർ ഇങ്ങോട്ടാണോ വരുന്നത്? അതെ, നമുക്ക് സൈറ്റ് ഉണ്ട്. സൈറ്റ് വെച്ച് ഓൺലൈൻ ഓർഡർ ചെയ്താൽ മതി. അപ്പൊ അത് ഡെലിവറി ഉണ്ട്. ഡെലിവറി കൊടുക്കുന്നത് കൊറിയർ വഴി ചെയ്യല്ലോ? കൊറിയർ പോകുന്നുണ്ട്. പിന്നെ ചേച്ചി, അത് നമ്മള് റെഗുലർ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടോ ഇവിടെ? അങ്ങനെ ഉണ്ടായിരുന്നോ? നമുക്കിപ്പം സാധാ കടയിൽ പോയി മേടിക്കുമ്പോൾ അവർക്കും സെയിം എമൗണ്ട് വരുന്നത് തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ വരുന്നത് റേറ്റ് കുറവായിരിക്കും. സാധാരണ നമ്മൾ കടയിൽ മേടിക്കുമ്പോൾ MRP റേറ്റില്ല അവരിപ്പം നമുക്ക് തരുന്നത്. അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് മേടിക്കുമ്പോൾ കുറവുണ്ടെന്നാണോ? അങ്ങനെയാണോ? സ്ഥിരമായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് വെച്ചാൽ നമുക്കൊരു കസ്റ്റമർ ID കിട്ടും. ആകുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് വാല്യൂ ഉണ്ട്. ആ വാല്യൂ അനുസരിച്ച് നമുക്ക് റെഡീം ചെയ്യാം. പൈസ അക്കൗണ്ടിൽ തന്നെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് പർച്ചേസ് ചെയ്യാം. ഹരീഷിനും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടല്ലേ? എന്തൊക്കെയാ പറയാനുള്ളത്? എന്താ സ്പെഷ്യൽ ഓഫർ നമുക്ക് നമ്മുടെ കടയിൽ വെളിയിലെ മാർക്കറ്റ് അപേക്ഷിച്ച് നല്ല ഓഫറാണ്. 10-20 രൂപ വെച്ചുള്ള ഡിസ്കൗണ്ട് എല്ലാത്തിനും ഉണ്ട്. പിന്നെ പഞ്ചസാര നമ്മൾ 8 രൂപയ്ക്കാണ് കൊടുക്കുന്നത് 1 കിലോ. ഒരു മാസം 1 കിലോ 8 രൂപ. ഒരു ആധാർ കാർഡിന് 1 കിലോ പറ്റുള്ളൂ ഒരു മാസം. പിന്നെ നമ്മൾ ഉഴുന്നെല്ലാം ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നത്. അതുപോലെ പപ്പടം എല്ലാം നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറെ സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയായിരുന്നു? മോംസ് ആൻഡ് കോന്റെ ക്രീം, പിന്നെ ലയൺ ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ശാന്തിയുടെ പപ്പടം. ഈ ഗ്രോസറി ഐറ്റംസ് അല്ലാതെ വേറെ തുണി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിനും ഇപ്പം മാർജിൻ ഉണ്ടോ? എല്ലാത്തിനും ഉണ്ട്. സ്റ്റാർട്ടിങ് തുണികളുണ്ട് ഇവിടെ. അത് തന്നെ ബ്രാൻഡ് ഒന്നും അങ്ങനെ വല്ല ഉണ്ടോ? എല്ലാ ബ്രാൻഡും ഉണ്ട്. തുണികൾ എന്തൊക്കെയാ? പാന്റ് ഇല്ല, ടീഷർട്സ് എല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡ്. നമ്മുടെ ടീഷർട്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതെ, ട്രൂ ബ്ലൂവിന്റെ, സച്ചിന്റെ എല്ലാം ബ്രാൻഡ് ഡിഫറെന്റ് സൈസ് ആയിട്ടുള്ള എല്ലാം ഉണ്ട്. XL, XXL, മീഡിയം, ലാർജ് എല്ലാം ഉണ്ട്. ടീഷർട്ട് അല്ലാതെ പിന്നെ ടീഷർട്ട് എല്ലാം നമുക്ക് കുർത്താസ് ഉണ്ട്. ലേഡീസിന്റെ കുർത്താസ്, ചുരിദാർ, പിന്നെ സാരീസ് ഉണ്ട്. കാഞ്ചീപുരം സാരി ഒക്കെ ഉണ്ട്. എല്ലാം ലോ റേറ്റില്. പിന്നെ ഇന്റർനാഷണൽ നമ്മുടെ സ്പ്രേസ് ഒക്കെ ഉണ്ട്. സ്പ്രേ അതായത് അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റും ഇവിടെ ഉണ്ട്. സ്ഥിരമായിട്ട് ഇപ്പൊ റെഗുലർ കസ്റ്റമർ കുറെ ഉണ്ട് അവിടെ? 10,000 കസ്റ്റമർ ഇപ്പൊ ആയിട്ടുണ്ട്. റെഗുലർ കസ്റ്റമർ, രജിസ്റ്റർഡ് കസ്റ്റമർ. അല്ല, അപ്പൊ അവര് സ്ഥിരമായിട്ട് ഇങ്ങനെ വന്ന് എടുക്കാറുണ്ട്. ഒരാൾക്ക് മന്ത്ലി ഒരു 3,000 രൂപ മേടിക്കുന്ന 500-600 രൂപയെങ്കിലും അവർക്ക് ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിനെ അപേക്ഷിച്ച് നല്ല ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത്. എങ്ങനെ സ്ഥിരമായിട്ട് മേടിക്കുമ്പോഴോ? സ്ഥിരമായിട്ട് മേടിക്കുന്നില്ല. നമ്മളിപ്പം എക്സാമ്പിൾ ഇപ്പൊ പഞ്ചസാര തന്നെ 45 രൂപ മാർക്കറ്റിൽ കൊടുക്കുന്നത്. നിർമ്മല ആണെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ് ആണെങ്കിൽ 50 രൂപ 55 രൂപ നമ്മൾ 8 രൂപയ്ക്ക് കൊടുക്കുന്നത്. ബാക്കി 37 രൂപ ഡിസ്കൗണ്ട്. അങ്ങനെ ലാഭം നല്ല പോലെ ഉണ്ട് നമ്മുടെ. അപ്പൊ അങ്ങനത്തെ ഒരു മാർജിൻ വരുമ്പോൾ ഒരു 500 ഒരു ആവറേജ് കിട്ടും. 500-600 രൂപയെങ്കിലും ലാഭത്തിൽ നമുക്ക് മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നമുക്ക്. ഇതിപ്പം ഈ കമ്പനി റൺ ചെയ്യുന്നത് വേറെ ആള് ലീസിന് എടുത്തിരിക്കുമോ? ഫ്രാഞ്ചൈസി. ഇതിന്റെ മെയിൻ ഓഫീസ് ബോംബെയില. അവിടെ ഇതുപോലെ ഷോപ്പ് ഔട്ട്ലെറ്റ്. അപ്പൊ ഈ ജില്ലക്ക് പുറത്ത് ഇനിയും വരില്ലേ? വരും. പല ആൾക്കാരെ നമ്മുടെ മിനി മാർട്ട്, പിന്നെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്,
അങ്ങനെ നമ്മൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ ഇതിപ്പോ ഓഫ്ലൈൻ ആണല്ലോ, അപ്പൊ ഓഫ്ലൈനാണ്. അപ്പൊ ഈ ഓൺലൈൻ വഴി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഓഫറുകളും കാര്യങ്ങളും അതിലും ഉണ്ടല്ലേ? ഓഫർ നമ്മൾ ആമസോണും ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അവിടെ. അവിടെ അത്തരം പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഒന്നും ഇല്ല, ബാക്കി അല്ലാതെ ജനറൽ ആയിട്ടുള്ള ജനറൽ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ. നമ്മൾ അതായത് ഇപ്പം ആമസോണും ഫ്ലിപ്കാർട്ടിൽ ചെയ്യുന്ന അതേ പാർട്ടിയുടെ അതിനൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നു നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന ഏത് പ്രൊഡക്റ്റ് ആയാലും അതിലൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഒരു നമ്മൾ 100 പോയിന്റ് ആകുമ്പോൾ ഒരു 500-600 രൂപയെങ്കിലും നമുക്ക് വരും. നമ്മൾ 500 എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന അനുസരിച്ചാ പോയിന്റ്, നമ്മൾ സാധനം എടുക്കുന്ന അനുസരിച്ചാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 500 പോയിന്റ് അനുസരിച്ച് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മള് നിർമ്മല അനുസരിച്ച് നമ്മൾ 8 രൂപ കൊടുക്കുന്നു. ഇതിന് MRP 45 ഉണ്ട്. 52 രൂപ MRP. പക്ഷെ നമ്മൾ 8 രൂപയ്ക്ക് കൊടുക്കുന്നു. ഇത് VLCCയുടെ ഹെയർ ഡിഫൻസ് ഷാമ്പു. ഇത് നമുക്ക് നല്ലതാ. നമ്മളത് തലമുടി പൊഴിയുന്നത് കുറയ്ക്കാം. 295 രൂപ MRP നമ്മൾ കൊടുക്കുന്ന 251 രൂപ. 44 രൂപ ലാഭം നമുക്ക്. 44 രൂപ. അപ്പൊ നമ്മുടെ MRP അപേക്ഷിച്ച് നമുക്ക് 44 രൂപ കുറച്ചിട്ടാണ്. അത് കഴിഞ്ഞ് പോയിന്റ് 45 രൂപ. അതുകൂടാതെ കസ്റ്റമർക്ക് ഒരു 45 എന്നൊരു പോയിന്റ് ഉണ്ട്. ഈ 45 അത് പിന്നെ നമുക്ക് റെഡി ചെയ്യാം. 916 ഓയിൽ. ഇത് ചക്കലാട്ടി വിളിച്ചിട്ടാണ്. 916 ബ്രാൻഡിന്റെ ഓയിൽ രജിസ്റ്റർഡ് കസ്റ്റമർ. അല്ല, അപ്പൊ അവര് സ്ഥിരമായിട്ട് ഇങ്ങനെ വന്ന് എടുക്കാൻ ഒരാളിപ്പോ മന്ത്ലി ഒരു 3000 രൂപ മേടിച്ച് കഴിഞ്ഞാൽ 500-600 രൂപയെങ്കിലും അവർക്ക് ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിനെ അപേക്ഷിച്ച് നല്ല ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത്. എങ്ങനെ സ്ഥിരമായിട്ട് മേടിക്കുമ്പോഴോ? സ്ഥിരമായിട്ട് മേടിക്കുന്നില്ല. നമ്മളിപ്പം എക്സാമ്പിൾ ഇപ്പൊ പഞ്ചസാര തന്നെ 45 രൂപ മാർക്കറ്റിൽ കൊടുക്കുന്നത്. നിർമ്മല ആണെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ് ആണെങ്കിൽ 50 രൂപ 55 രൂപ നമ്മൾ 8 രൂപയ്ക്ക് കൊടുക്കുന്നത്. ബാക്കി 37 രൂപ ഡിസ്കൗണ്ട് ലാഭം. അങ്ങനെ ലാഭം നല്ലപോലെ ഉണ്ട് നമ്മുടെ. അപ്പൊ അങ്ങനത്തെ ഒരു മാർജിന് വരുമ്പോൾ ഒരു 500 ഒരു ആവറേജ് കിട്ടും. 500-600 രൂപയെങ്കിലും ലാഭത്തിൽ നമുക്ക് മറ്റുള്ള കടകളിലെ അപേക്ഷിച്ച്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ അവരെന്തോ കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യേണ്ടത്? ഇപ്പം ഇത് നമ്മള് അവർ വരുമ്പോ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ്. അപ്പൊ നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളായി പറയുന്നത് ആധാർ കാർഡും പാൻ കാർഡും പിന്നെ ഫോണ് നമ്മൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് ഫോണൊന്നും ഇല്ല, ഏതെങ്കിലും ഫോൺ മതി. നമുക്ക് OTP വരാൻ വേണ്ടി ഒരു ഫോണൂടെ കയ്യിൽ കരുതിയിരിക്കണം. അങ്ങനെ ആധാർ അങ്ങനൊന്നും പ്രശ്നമില്ല, ഏതെങ്കിലും നമ്പർ മതി. ബാങ്ക് ലിങ്കോ അങ്ങനൊന്നും പ്രശ്നമില്ല നമുക്ക്. ഇതിപ്പം ഈ കമ്പനി റൺ ചെയ്യുന്നത് വേറെ ആള് ലീസിന് എടുത്തിരിക്കുന്നു. ഫ്രാഞ്ചൈസി. ഇതിന്റെ മെയിൻ ഓഫീസ് ബോംബെയില. അവിടെ ഇതുപോലെ ഷോപ്പ് ഉണ്ട്. ഔട്ട്ലെറ്റ് ഇത് നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ ഔട്ട്ലെറ്റ്. ഇത് ഏനാത്ത് നമ്മുടെ പുതിയ വരുന്നുണ്ട് ഔട്ട്ലെറ്റ്. അപ്പൊ ഈ ജില്ലക്ക് പുറത്ത് ഇനിയും വരില്ലേ? വരും. പല ആൾക്കാരെ എടുത്ത് നമ്മുടെ മിനി മാർട്ട്, പിന്നെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെ നമ്മൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ ഇതിപ്പോ ഓഫ്ലൈൻ ആണല്ലോ, അപ്പൊ ഈ ഓൺലൈൻ വഴി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഓഫറുകളും കാര്യങ്ങളും അതിലും ഉണ്ടല്ലേ? ഓഫർ നമ്മൾ ആമസോണും ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അവിടെ. അത്തരം പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഒന്നും ഇല്ല, ബാക്കി അല്ലാതെ ജനറൽ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ. നമ്മൾ അതായത് ഇപ്പം ആമസോണും ഫ്ലിപ്കാർട്ടിൽ ചെയ്യുന്ന അതേ പാർട്ടിയുടെ അതിനൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നു നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന ഏത് പ്രൊഡക്റ്റ് ആയാലും അതിലൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഒരു നമ്മൾ 100 പോയിന്റ് ആകുമ്പോൾ ഒരു 500-600 രൂപയെങ്കിലും നമുക്ക് വരും. നമ്മൾ 500 എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന അനുസരിച്ചാ പോയിന്റ്, നമ്മൾ സാധനം എടുക്കുന്ന അനുസരിച്ചാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 500 പോയിന്റ് അനുസരിച്ച് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം അല്ലേ? ഇവിടുത്തെ ഏറ്റവും ഓഫറുള്ള പ്രൊഡക്റ്റ് പഞ്ചസാര അല്ലേ? ഇത് നമ്മള് നിർമ്മല അനുസരിച്ച് നമ്മൾ 8 രൂപ കൊടുക്കുന്നു. 8 രൂപ. അതായത് ഇപ്പം നമുക്കിപ്പം ആധാർ കാർഡ് വെച്ചിട്ട് ഒരാളുടെ ആധാർ കാർഡ് വെച്ചിട്ട് ഒരു മാസം അവർക്ക് കിട്ടുന്നത് 1 കിലോ വേണ്ടി. പക്ഷെ ഇതിന് MRP 45 ഉണ്ട്. 52 രൂപ MRP. പക്ഷെ നമ്മൾ 8 രൂപയ്ക്ക് കൊടുക്കുന്നു. ഇത് VLCCയുടെ ഹെയർ ഡിഫൻസ് ഷാമ്പു. ഇത് നമുക്ക് നല്ലതാ. നമ്മളത് തലമുടി പൊഴിയുന്നത് കുറയ്ക്കാം. 295 രൂപ MRP നമ്മൾ കൊടുക്കുന്ന 251 രൂപ. 44 രൂപ ലാഭം നമുക്ക്. 44 രൂപ. അപ്പൊ നമ്മുടെ MRP അപേക്ഷിച്ച് നമുക്ക് 44 രൂപ കുറച്ചിട്ടാണ്. അത് കഴിഞ്ഞ് പോയിന്റ് 45 രൂപ. അതുകൂടാതെ കസ്റ്റമർക്ക് ഒരു 45 എന്നൊരു പോയിന്റ് ഉണ്ട്. ഈ 45 അത് പിന്നെ നമുക്ക് റെഡി ചെയ്യാം. 916 ഓയിൽ. ഇത് ചക്കലാട്ടി വിളിച്ചിട്ടാണ്. 916 ബ്രാൻഡിന്റെ ഓയിൽ. പ്യൂർ കോക്കനട്ട്. ഇതിനകത്ത് മായം ഒന്നുമില്ല. മായം തെളിയിക്കുന്നവർക്ക് അവരുടെ കമ്പനി നല്ല സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇതിന് MRP എത്ര? MRP 230 രൂപ MRP. ഇത് നമ്മൾ കൊടുക്കുന്ന 199 രൂപ. അതായത് അപ്പം 30 രൂപ ഡിഫറൻസ്. ഓക്കെ 30 രൂപ. ഇനി എന്തായിരുന്നു നമ്മുടെ ശാന്തികയുടെ പപ്പടം. ശാന്തിയുടെ പപ്പടം നമ്മൾ 22 രൂപ MRP വരുന്നത്. നമ്മൾ വെറും 16 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്.
ഓക്കെ 16 രൂപയ്ക്ക്. എല്ലാ കടയിലാണ് 22 രൂപ അല്ലെങ്കിൽ 20 രൂപ എടുക്കുന്നത്. നമ്മൾ 16 രൂപയ്ക്ക് കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റ്. പിന്നെ എക്സ്ട്രാ കെയർ പാഡ് നമ്മൾ സാനിറ്ററി പാഡ് MRP വരുന്നത് ഈ 399. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് 299. അതിന്റെ കൂടെ ഇത് എടുക്കുന്ന ആൾക്ക് 2 കിലോ പഞ്ചായത്ത് ഫ്രീ. ഇത് എടുത്തു കഴിഞ്ഞാൽ 2 കിലോ പഞ്ചായത്ത് ഫ്രീ. അപ്പൊ ഈ സാനിറ്ററി പാഡ് ഈ ബണ്ടിലായിട്ട് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കിലോ പഞ്ചായത്ത് ഫ്രീ, 2 കിലോ പഞ്ചസാര ഫ്രീയും ഉണ്ട് കേട്ടോ. ഒറിജിനൽ കാഞ്ചീപുരം. കാഞ്ചീപുരം സാരി അല്ലേ? 5000 രൂപ വില വരുന്നത് നമ്മൾ 2500 കൊടുക്കുന്നത്. 2500 എല്ലാം 2500 ഒറിജിനൽ സാധനം. ഒറിജിനൽ സാരിക്ക് നമ്മൾ കൊടുക്കുന്നത് 250 രൂപ. കോട്ടൺ സാരി 250 രൂപ കൊടുക്കുന്നത്. 250. എല്ലാം ബ്രാൻഡ്. ഒന്നെടുത്ത് ഒന്ന് ഫ്രീ. ഇവിടെ മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ചുള്ള ചെറിയൊരു പ്രത്യേകത ഞാൻ കണ്ടു. ഇവിടെ കുറച്ച് ഫെസിലിറ്റികൾ അവൈലബിൾ ആണ്. എന്തൊക്കെയാണ് ഇവിടെ മെഡിക്കൽ ആയിട്ടുള്ള? ഇവിടെ മെഡിക്കലായിട്ട് നമുക്ക് ഇപ്പൊ BP നോക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. അത് കൂടാതെ വെയിങ് മെഷീൻ ഉണ്ട്. അത് കൂടാതെ ഹൈറ്റ് നോക്കുന്നത്. അതായത് ഹൈറ്റും വെയിറ്റും BP ഈ 3 കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു ഈ ചേച്ചിയുടെ ഒരു BP ഒന്ന് ചെക്ക് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പൊ നോക്കിയിട്ടുണ്ട് അല്ലേ? നോക്കിയിട്ടുണ്ട്. നോർമൽ ആയിരുന്നോ? ഇത് നമ്മളെ ഹൈറ്റ് വെക്കാം. നമുക്ക് കയറിന്നിട്ട് സ്വന്തമായിട്ട് തന്നെ നോക്കാം. നമുക്ക് അതിലോട്ട് കയറി മതി. എന്നിട്ട് നമുക്ക് എന്റെ 171 ഹൈറ്റ് നമ്മൾ ഇവിടെ തന്നെ നമുക്ക് കാണാം. സ്വന്തമായിട്ട് തന്നെ നോക്കാം. അവിടെ ഇൻഡിക്കേഷൻ ഉണ്ട് അല്ലേ? എന്റെ ഹൈറ്റ് 170.67. ഇതാ വെയിറ്റ്. നമുക്ക് വെയിറ്റ് കയറി നിന്നാ മതി. വെയിങ് മെഷീൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. വെയിങ് മെഷീൻ ഉണ്ട്. അത് ജസ്റ്റ് വെറുതെ കയറി നിൽക്കുമ്പോൾ തന്നെ ഓൺ ആവും. എന്റെ 88 ഉണ്ട്. കുറച്ച് നിന്നാ മതി. നമ്മൾ ഡിജിറ്റൽ മീറ്റർ. പിന്നെ നമ്മള് കുറെ ഫീച്ചർ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ടുള്ള ഫ്രീ സർവീസ്. നമ്മൾ റീചാർജ്, ഫോൺ റീചാർജ്, കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല്, അങ്ങനെ എല്ലാം നമ്മള് കമ്മീഷൻ ഇല്ലാതെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അക്ഷയ പോലെ തന്നെ കമ്മീഷൻ ഒന്നും ഇല്ല നമുക്ക്. എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് അടയ്ക്കാൻ പറ്റും. കമ്മീഷൻ ഒന്നും ഇല്ല. ആ ബില്ലിലുള്ള എമൗണ്ട് മാത്രം തന്നാൽ മതി. എല്ലാം തികച്ചും ഫ്രീ ആണ്, സൗജന്യം. അതെ. പിന്നെന്താ നമ്മൾ അല്ലാതെ ഈ കമ്പനി ചെയ്യുന്ന വേറെന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനമുണ്ട്. നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന ഒരു ലാഭം ഇത് നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. അത് നമ്മളിപ്പം ഇവിടെ നമ്മൾ വടക്കടത്താവിൽ ഒരു പുള്ളിക്കാരന് വയ്യായിരുന്നു. അപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ച് സഹായിച്ചായിരുന്നു. ഇവിടുത്തെ ഈ മാർജിനിൽ നിന്ന് ഇവിടുന്ന് പ്രോഫിറ്റിൽ നിന്ന്. പിന്നെ നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞിട്ട് മാർച്ചില് 13-ാം തീയതി നമ്മൾ ഈ മാസത്തെ ബോണസ് ഇഷ്യൂ ചെയ്തായിരുന്നു. കസ്റ്റമർ കൂടുതലായിട്ട് ഇപ്പം ആരെങ്കിലും കൊണ്ടുവന്നവര് അപ്പൊ ചേട്ടൻ ആരെങ്കിലും വേറെ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ബോണസ് കൊടുക്കുമായിരുന്നു. ബോണസ് മൂവ്മെന്റ് ആയിരുന്നു. നമ്മൾ 13 മാർച്ചിന് കൊടുത്തായിരുന്നു. അതായത് ഇപ്പം ഒരു കസ്റ്റമർ വഴി വേറൊരാൾ അങ്ങനെ വരുമ്പം ആർക്കായി കൊണ്ടുവരുന്ന ആൾക്ക് ബോണസ് കിട്ടും. ബോണസ് കൊടുക്കുന്നത് നമ്മുടെ പോയിന്റ് ആയിട്ടാണോ? നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കും. പൈസ ആയിട്ട് കൊടുക്കുക. അവരുടെ എത്ര മേടിച്ചെന്നുള്ള അതിനനുസരിച്ച് നമ്മൾ ക്യാഷ് കൊടുത്തത്. അത് ക്യാഷ് ആയിട്ട് അവർ കൈ കൊടുക്കുക. അല്ലാതെ നമ്മുടെ പ്രൊഡക്റ്റ് ചെയ്തൊന്ന് ഇല്ല. 1 കിലോ പഞ്ചസാരയും ക്യൂട്ടി സോപ്പ് 4 സോപ്പ് മേടിച്ചിട്ടുണ്ട്. അതിന്റെ MRP ആണോ ഈ 52 എഴുതിയിരിക്കുന്നേ? ഇപ്പൊ നിർമ്മൽ പഞ്ചസാരയുടെ 52 MRP, ക്യൂട്ടിയുടെ 20 ആണ് MRP. 2 സോപ്പിന്റെ ടോട്ടൽ വരുന്നത് നമുക്ക് ടോട്ടൽ 71 വരുന്നുള്ളൂ. എല്ലാം കൂടി MRPക്കാണ് കുറവാണ് റേറ്റ്. അതായത് ഇപ്പൊ 20 സോപ്പിന്റെ MRP വിലയാണോ 20? സോപ്പിന്റെ 2 രൂപയുടെ 2 എണ്ണത്തിന് 31 രൂപ.
ആ അല്ല രണ്ടെണ്ണത്തിന് ശരിക്കും വരേണ്ടത് 20 × 2 40 വരുന്നത് വരേണ്ടത്. പക്ഷെ അതിന് 31 രൂപ 60 പൈസ ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്കിപ്പോ ആകെ ലാഭം കിട്ടിയ എത്ര MRP നിന്നും? അത് 60.80. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്, സ്ഥലം മേടിക്കുന്നുണ്ടല്ലേ? എന്തൊക്കെ ചേച്ചി മേടിച്ചേ? ഇതിപ്പോ ഓൾറെഡി തൂക്കി വെച്ചിരിക്കും. ഇപ്പൊ നമ്മൾ തൂക്കിയാണോ ചേച്ചി? പാക്ക് ചെയ്ത് വെച്ചിരിക്കും. ലൂസായിട്ടുള്ള നമ്മളിപ്പോ കസ്റ്റമർ ആവശ്യത്തിനനുസരിച്ച് തൂക്കി എടുത്തിരിക്കും അല്ലേ? ഓക്കെ. ഇപ്പൊ അതിന്റെ വില എത്ര? ഡിസ്കൗണ്ട് ഒന്ന് പറയാം. ഡിസ്കൗണ്ട് പഞ്ചസാരക്ക് ഇപ്പം 8 രൂപ, ചെറിയുള്ളി 500 ഗ്രാം ആയതുകൊണ്ട് 22 രൂപ. ഇതിപ്പോ ഈ MRP റേറ്റ് ആണോ ഈ 44 കിടക്കുന്നത്? അതെ, ഇത് റേറ്റ് 69 ആയിരുന്നു കിലോയ്ക്ക്. ഇപ്പൊ 1/2 കിലോ ആണ് ഇപ്പം കസ്റ്റമർ മേടിച്ചിരിക്കുന്നത് അല്ലേ? 22 20 പൈസയാണ് അടുത്ത് വന്നിട്ടുണ്ട്. ആ കസ്റ്റമർക്ക് ആകെ കിട്ടിയ ലാഭമാണ് 56 രൂപ 30 പൈസ അല്ലേ? ഓക്കെ. അപ്പോൾ യൂലിപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിൽ വന്ന് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും ഇവിടുത്തെ ഓഫറുകളെ കാര്യങ്ങൾ മറ്റ് അറിവുകളെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടെ ചേർന്നാണ്. ഇവർ 3 പേരും നമ്മൾ നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്തു. അപ്പം വളരെ നന്ദിയുണ്ട് കേട്ടോ.